പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഒരൊറ്റ വചനം, ഇത് ഉള്ളിലൊന്ന് കാത്തു സൂക്ഷിച്ചാൽ അത് നമ്മുടെ ജീവിതം മാറ്റും. നമ്മൾ പലതവണ ധ്യാനിച്ചിട്ടുള്ളതായിരിക്കും. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. ഇത് നമുക്ക് തരുന്നൊരു പ്രത്യാശയുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ട് കരുത്ത് നൽകുന്ന ഏറ്റവും വലിയ ശക്തി എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? യോഹന്നാൻ, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ കർത്താവ് ഇങ്ങനെ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഗലീലയിലേക്ക് അവൻ പിൻവാങ്ങി. അപ്പോൾ മുതൽ യേശു പ്രസംഗിച്ചു തുടങ്ങിയെന്ന് പറയുന്നത്. ആദ്യം അവൻ ഗലീലയിലേക്ക് പിൻവാങ്ങി, പിന്നെ അവനിങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് വചനം എന്ന് പറയുന്നത്, ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാന്റെ മറുകരയിൽ, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. യോഹന്നാൻ ഇങ്ങനെ ബന്ധനസ്ഥനായി ജയിലിൽ കിടക്കുന്ന നേരത്തെ പെട്ടെന്നൊരു ദീപ്തി ഉദയം ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങാണ് അവിടെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു. ഇന്നലെ നമ്മൾ ധ്യാനിച്ച ഈ പ്രത്യക്ഷീകരണ തിരുനാളിനോട് ചേർത്ത് വെച്ച് വായിച്ചു പോകാവുന്ന ഒരു വചനഭാഗമാണിത്. കർത്താവ് ഇങ്ങനെ യോഹന്നാൻ്റെ ശബ്ദം നിലയ്ക്കുമ്പോൾ കർത്താവ് തന്നെ വെളിച്ചമായി തൻ്റെ പ്രവർത്തനങ്ങൾ, നിയോഗങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ കാണും. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ ഈ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. സ്നാപയോഹന്നാൻ്റെയൊക്കെ ഉറപ്പും വിശ്വാസമൊക്കെ അത് തന്നെയായിരുന്നു. ഇങ്ങനെ ഈ കർത്താവിലുള്ള വലിയ ബലത്തോടു കൂടെയാണ് അയാൾ ഇത്രയ്ക്ക് ശക്തമായ താക്കീതുകൾ രാജാക്കന്മാർക്ക് വേണ്ടി പോലും കൊടുത്തിരുന്നത്. അതിന് ഇടയ്ക്ക് വെച്ചൊരു പ്രയാസമൊക്കെ വരുന്നുണ്ട്. ശരിക്കും വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് സംശയം വരുമ്പോൾ മാത്രമാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ ഇത്തിരി ദുർബലനായിട്ട് കാണപ്പെടണേ. പക്ഷേ കർത്താവിൽ അത് അടിയുറച്ച് വിശ്വസിച്ച് പോകുന്നൊരു നേരത്ത് ഈ മനുഷ്യൻ മരണം പോലും പേടിക്കാതെ ചക്രവർത്തിമാരെ പോലും ഇങ്ങനെ തൻ്റെ ഓർമ്മപ്പെടുത്തലില്ല, തൻ്റെ വാണിങ്ങിൽ ഇങ്ങനെ നിന്ന് വിറപ്പിക്കുന്നത് നമ്മൾ കാണും. രാജാവിൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും കൊന്നുകളയാനായിട്ട് മടിയില്ലാതിരുന്ന ഒരു രാജാവിന് ഇയാളോട് ആദരവ് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ബേസ്, അതിൻ്റെ പുറകിലുള്ളൊരു ശക്തി ഈ കർത്താവ് ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു പ്രത്യാശയിൽ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്ന സത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ധൈര്യത്തോടുകൂടെ മനുഷ്യരോട് ഈശോയെ പറ്റി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, എന്ത് പ്രയാസങ്ങളും ആയിക്കോട്ടെ, കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ശക്തി അവസാനിക്കുന്നിടത്ത്, നമ്മുടെ പ്രയാസങ്ങൾ ആരംഭിക്കുന്നിടത്ത് കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നു. ഉറപ്പുള്ള കാര്യം. സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. അവൻ പിന്നീട് സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സ്നാപക യോഹന്നാൻ്റെ നിയോഗം ഇങ്ങനെ ആ രാജ്യത്തെക്കുറിച്ച് പറയാന്നുള്ളതായിരുന്നു. ആ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് ആ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആളുടെ പ്രവർത്തനങ്ങൾ പതുക്കെ ഒന്ന് നിലച്ചു പോകുന്ന നേരത്ത് പിന്നീട് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം മാത്രമല്ല പിന്നീട് നടക്കുന്നത്. സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും കർത്താവ് ഇങ്ങനെ യാത്ര ആരംഭിക്കുന്നുണ്ട്. വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും എല്ലാ രോഗികളെയും, പിശാചു ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഇനി കർത്താവിന് വിട്ടുകൊടുത്തു തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് മടുത്തു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ?
ഒറ്റ കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, ഉറപ്പായിട്ടും ഞെരുക്കങ്ങളുണ്ടാവും. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ കർത്താവ് തന്നെ നമുക്ക് തരുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാവും. സ്നാപക യോഹന്നാനെ കണക്ക് ഇങ്ങനെ ബന്ധനസ്ഥരായെന്ന് വരും. പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമുക്കെതിരായിട്ട് ഈ ലോകം തന്നെ നിലകൊള്ളാം. എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഇനി ജീവിതം ഒന്ന് വിട്ടുകൊടുക്കുക. ഇനി കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണെങ്കിലും, പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യമാണെങ്കിലും, ജോലി കിട്ടുന്നതിനെ കുറിച്ചുള്ള ആകുലത ആണെങ്കിലും, ജോലിയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കഠിനമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിലും, ജീവിതം കടന്നു പോകേണ്ടി വരുന്ന അത്രയ്ക്ക് വലിയ പരീക്ഷണങ്ങളാണെങ്കിലും, രോഗാവസ്ഥകളുടെയും തളർച്ചകളുടെയും തകർച്ചകളുടെയും വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മളല്ലേ ഇതൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി കർത്താവിനെ വിട്ടുകൊടുക്കുക. ഈശോ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. കർത്താവ്, എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റണില്ല. എനിക്കിനി എൻ്റെ ജീവിതം വലിയ പ്രയാസം ഇനി ഏറ്റെടുക്കാനായിട്ട് പറ്റണില്ല. എൻ്റെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക തമ്പുരാനെ. നീ വരണമേ, നീ പ്രവർത്തിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിലുള്ളവനെ ധ്യാനിച്ചു തുടങ്ങുക. ആ കർത്താവിലൊന്ന് വിശ്വസിച്ചു തുടങ്ങുക. ആ കർത്താവിലേക്ക് ജീവിതം അർപ്പിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. പുറത്തുനിന്ന് എത്ര വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്ര വലിയ എതിർപ്പുകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാവും, എന്നാൽ ഭയപ്പെടേണ്ട, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിങ്കലേക്ക്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനായ ആ കർത്താവിലേക്ക് എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്വസ്ഥതയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില കാര്യങ്ങൾ ഓർത്ത് ഉറങ്ങാൻ പറ്റാതെ കിടക്കുകയാണോ നമ്മൾ? ഈ ഒരു രാത്രി എങ്ങനെ വെളുപ്പിക്കുമെന്നോർത്ത് രോഗാവസ്ഥയുടെ വേദനകളിലൂടെ കടന്നു പോവാണോ നമ്മൾ? നാളെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആകുലതകൾ ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ വലിയവനാണെന്ന് മാത്രം ഓർത്താൽ മതി. അവൻ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. അവന് വിട്ടുകൊടുക്കുക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വസ്ഥമായ അവനിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള നിദ്രയിലേക്ക് നമുക്ക് പോകാം. സ്വർഗം ആശീർവദിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.